ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അധികം പഴുക്കാത്തൊരു തക്കാളിയാണ് എടുക്കുന്നത്. ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 6 വെള്ളുള്ളി പൊടിയായി അരിഞ്ഞതും, ഒരു സവോള മീഡിയം സൈസ് സവോള പൊടിയായി അരിഞ്ഞതും, ഒരല്പം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി 4 സ്പൂണ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ തേങ്ങ ചിരവിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 പച്ചമുളകും ഒരു 3 വെള്ളുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അല്പം വെള്ളം ഒഴിച്ച് നമ്മൾക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇതിൽ മുഴുവൻ ചേർത്തിട്ടില്ല. ആ 8 പച്ചമുളകിൽ 3 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 1.5 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് ആ പൊടിയായി അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. കൂടെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, വെള്ളുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കി 5 പച്ചമുളക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടി തീരെ ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഈ ഒരു കണ്ടീഷനായി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ആ തക്കാളി പൊടിയായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഗരം മസാല 1/4 സ്പൂണ്, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് നമ്മൾക്ക് വെള്ളം ഒഴിക്കണം. 5 കോഴിമുട്ട ഉള്ളത്, അതിനനുസരിച്ചുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊറോട്ടക്കും ചപ്പാത്തി അപ്പത്തിനൊക്കെ കൂടി കഴിക്കാൻ പറ്റുകയാണ്. അതൊരു 3 മിനിറ്റ് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂണ് ഓയിലും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആ കോഴിമുട്ട വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞ് വരഞ്ഞ് വെച്ചാണ് അത് ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മുട്ടക്കറിക്ക്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് ആ സവോളയൊക്കെ മസാലയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ആ വെള്ളുള്ളിയുടെയൊക്കെ നല്ല ഒരു മണമാണ് വരുന്നത്. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ മിക്സിയുടെ ജാറ് കഴിയുക, കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമ്മൾ ആ ഗ്രേവി പാകത്തിനാക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സൂപ്പർ മുട്ടക്കറി എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതിലേക്ക് അല്പം കൂടി ഉപ്പിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നു. ഈ സമയത്ത് നമ്മൾക്ക് ആ കോഴിമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ അതിലേക്ക് ചേർന്ന് പിടിക്കും. അപ്പോൾ ഗ്രേവിയൊക്കെ എല്ലാം ഒന്ന് കുറുകി വന്നോളും. ഇപ്പോൾ ഗ്രേവിയൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഒരു പിടി മല്ലിയില കൂടി അതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു അടിപൊളി മുട്ടക്കറിയാണ്. നമ്മൾക്കിത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചോളും കുട്ടികൾ. ഇപ്പം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ വറവ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കൂടുതൽ രുചി ഉണ്ടാവുക. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ ഓയിലും ഒരല്പം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടക്കറിക്ക് ഉലുവ നന്നായിട്ട് ചേരും. പിന്നെ ഒരു 6 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചുവക്കെ മൂപ്പിച്ചിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾക്കത് സെർവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞ് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്.
അപ്പോൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇന്നിപ്പോൾ ഞാനത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.